ഹായ്, എൻ്റെ പേര് സൂരജ് എം.എസ്. ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ്. ഈ ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ് അറിയുന്നതിന് മുന്നേ നമുക്ക് ലേണിംഗ് എന്താണെന്നൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ AI കാഴ്ചപ്പാടിൽ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. എങ്ങനെ ഡാറ്റയെ അനലൈസ് ചെയ്തതും എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് AI സ്വയം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് നമ്മൾ വേറെ പ്രോഗ്രാമൊന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മാത്സിൽ ഒരു കണക്ക്, ആ കണക്കിന് നമുക്കൊരു ഇക്വേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ക്വസ്റ്റ്യന് സൊല്യൂഷൻ നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അതിൻ്റെ ബേസ് കിട്ടി. പിന്നെ ആ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ AI ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അത് കുറച്ച് ചേഞ്ചസ് വരുത്തും. എന്തിന് ചേഞ്ചസ് വരുത്തും? നമ്മുടെ സിസ്റ്റത്തിന് കുറച്ച് ചേഞ്ചസ് വരുത്തും. എങ്ങനെ ചേഞ്ചസ് വരുത്തണു? അതിൻ്റെ ടാസ്കുകൾ കുറച്ചുകൂടി ബെറ്റർ, നല്ല രീതിയിൽ സോൾവ് ചെയ്യുകയും മിനിമം സമയം കൊണ്ട് അല്ലെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലേണിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക? നമ്മൾ സാധാരണ ഒരു സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ടെന്നീസ് കളിക്കാൻ അറിയാം. നമ്മൾ ടെന്നീസ് ഡെയിലി കളിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതോടൊപ്പം നമ്മുടെ നിലവിലുള്ള സ്കില്ല് ഒന്നുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വേരിയസ് ലേണിംഗ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 5 ടൈപ്പിലൂടെ ലേണിംഗ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തത് റോട്ട് ലേണിംഗ്, രണ്ടാമത്തത് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ്, മൂന്നാമത് ലേണിംഗ് ബൈ അഡ്വൈസ്, നാലാമത് ലേണിംഗ് പ്രോബ്ലം സോൾവിങ്, അഞ്ചാമത് ലേണിംഗ് ബൈ ചങ്കിങ്. നമ്മൾ ഇതിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു പ്രോഗ്രാം റൺ ചെയ്യാണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമേഴ്സ് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് എഴുതി കൊടുക്കും. അപ്പോൾ എഴുതി കൊടുക്കുന്ന പോലെ എന്താണ് അവിടെ നടക്കുന്നത്? നമ്മുടെ പ്രോഗ്രാമർ അവിടെ ടീച്ചർ ആവുകയാണ്. കാരണം പ്രോഗ്രാമർ കമ്പ്യൂട്ടറിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചറായ പ്രോഗ്രാമർ പുതിയ പുതിയ പാഠങ്ങൾ കൊടുക്കുന്നു. പാഠങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. സ്റ്റുഡൻ്റായ കമ്പ്യൂട്ടർ ഈ ഇൻസ്ട്രക്ഷൻസ് പഠിക്കുന്നു, അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ടാസ്കുകൾ ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എഴുതുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും ഉണ്ട്. ഇതിൽ നമ്മൾ ലോ ലെവൽ ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ പ്രോഗ്രാമുകൾ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പൈലറിൻ്റെ ആവശ്യമുണ്ട്. കമ്പൈലറോ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററോ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ നമ്മുടെ മെഷീന് മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തായാലും നമുക്കൊരു ഇൻ്റർപ്രറ്ററോ കമ്പൈലറോ ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു ചെസ് AIയുടെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇവിടെ നമ്മൾ ഈ ചെസ്സിൻ്റെ AIക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ആദ്യം തന്നെ ഈ ഓരോ കരുക്കളുടെ ഇൻസ്ട്രക്ഷൻസും റൂൾസും കാര്യങ്ങളും ആദ്യം പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഓരോരോ പ്രത്യേക സന്ദർഭത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കളിക്കാരൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് മൂവ്മെൻറ്റാണ് നടത്തേണ്ടത്, ഏതാണ് ബെസ്റ്റ് മൂവ്മെൻറ്റ്, ഏറ്റവും എളുപ്പത്തിലൂടെ എങ്ങനെ നമുക്ക് ചെക്ക് മേറ്റ്സ് നേടാം, അങ്ങനെയുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ AIക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആ ഒരു ഇൻസ്ട്രക്ഷൻസും റൂൾസും വെച്ചിട്ട് നമ്മൾ AI തന്നെ ചിന്തിക്കുകയാണ് എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ബെറ്ററായിട്ട് മൂവ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്താലാണ് നമുക്ക് എതിരാളിയെ സിമ്പിളായിട്ട് ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ സ്വയം ചിന്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നമ്മുടെ ചെസ്സിലെ AI സെൽഫ് ലേണിംഗ് എന്ന് വെച്ചാൽ ലേണിംഗ് അവിടെ നടത്തി. ഇനി നമുക്ക് ഈ അഡ്വൈസ് വെച്ച് AI എങ്ങനെയാണ് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് റിസീവിങ് അഡ്വൈസ് ആണ്. AI അഡ്വൈസസ് റിസീവ് ചെയ്യണു. എങ്ങനെ? ഇൻ ദ ഫോം ഓഫ് റൂൾസ്, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾസ് വെച്ച്. ഇനി അടുത്തതാണ് ട്രാൻസ്ലേറ്റിംഗ് അഡ്വൈസ് ഇൻ ടു ആക്ഷണബിൾ റൂൾസ്. ഇവിടെ AI എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്വൈസുകളെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സച്ച് ആസ് അഡ്ജസ്റ്റിംഗ് ഇറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് ഓർ ഇവാലുവേഷൻ ഫങ്ഷൻസ്. ഇനി മൂന്നാമത്തെ ഒരു വഴിയാണ് ഇൻ്റഗ്രേറ്റിംഗ് അഡ്വൈസ് വിത്ത് എക്സിസ്റ്റിംഗ് നോളജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിൽ അഡ്വൈസ് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണോ, ഇത് നമുക്ക് 2 രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒന്ന് ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും. ഈ ഡയറക്റ്റ്ലിയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഡ്വൈസുകൾ കിട്ടുമ്പോൾ നമ്മുടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസോ അൽഗോരിതമോ നമ്മൾ മോഡിഫൈ ചെയ്യും.
ഇനി ഇൻഡയറക്റ്റ്ലിയിൽ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന റൂൾസും മോഡൽസിനും ഒന്നും നമ്മൾ വ്യത്യാസങ്ങൾ വരുത്താണ്ട് ഇതൊക്കെ ഒരു അഡീഷണൽ ഡാറ്റയായിട്ട് നമ്മളത് സേവ് ചെയ്യും. ഇനി നാലാമത്തെ ഒരു പടിയാണ് ലേണിംഗ് ത്രൂ ഫീഡ്ബാക്ക്. ഇതിൽ നമ്മുടെ AI കിട്ടുന്ന അഡ്വൈസുകളെ ടെസ്റ്റ് ചെയ്യും. എവിടെ ടെസ്റ്റ് ചെയ്യും? പല പല സിനാരിയോസിലും ആൻഡ് ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് സക്സസ്. അഞ്ചാമത്തെ ഒരു മെത്തഡാണ് റിഫൈനിങ് ബിഹേവിയർ ഓവർ ടൈം. ഇതിൽ നമ്മുടെ AI എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അഡ്വൈസുകളെയും പിന്നെ മറ്റു പല ലേണിംഗ് മെക്കാനിസങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് നിലവിലുള്ള പെർഫോമൻസിനെ റിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസിൽ വരുന്ന ആപ്ലിക്കേഷൻസ് പരിചയപ്പെടാം. പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, ചാറ്റ് ബോട്ട് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ്, ഹെൽത്ത് കെയർ ഡയഗ്നോസ്റ്റിക്സ്, ഗെയിം AI, റോബോട്ടിക്സ് ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ്. ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസ് അഥവാ ഡ്രോബാക്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ക്വാളിറ്റി ഓഫ് അഡ്വൈസ്, രണ്ടാമത് ഡിഫിക്കൽട്ടി ഇൻ ഇൻ്റർപ്രിറ്റേഷൻസ്, മൂന്നാമത് ഡിപ്പെൻഡൻസി ഓൺ ഹ്യൂമൻ എക്സ്പെർട്ടൈസ്, നാലാമത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ അഡ്വൈസ് ആൻഡ് എക്സ്പീരിയൻസ്, അഞ്ചാമത് ഡിഫിക്കൽട്ടി ഇൻ മെഷറിംഗ് ഇമ്പാക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.